കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മോചനം ആവശ്യപ്പെട്ട് ചേർത്തല സഭാ ആസ്ഥാനത്ത് കന്യാസ്ത്രീകളുടെ പ്രതിഷേധ റാലി. സ്നേഹത്തിന്റെ ദീപവുമായി കാരുണ്യത്തിൻ സ്പർശവുമായി ഞങ്ങൾക്കരികിൽ വന്നവരാം നമ്മുടെ പ്രിയ സന്യാസികളെ, തുറുകിലടച്ച സർക്കാര്, ഛത്തീസ്ഗഡിൽ സർക്കാര്, നിങ്ങൾക്കിവിടെ മാപ്പില്ല, നിങ്ങൾക്കിവിടെ മാപ്പില്ല, നിങ്ങൾ ഞങ്ങൾ തലിച്ചാക്കും. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചേർത്തലയിലെ സഭാ ആസ്ഥാനത്ത് കന്യാസ്ത്രീകൾ പ്രതിഷേധ റാലി നടത്തിയത്. കേന്ദ്രത്തെയും ഛത്തീസ്ഗഡ് സർക്കാരിനെയും കടന്നാക്രമിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു റാലി. മന്ത്രി പി പ്രസാദ് റാലിയിലും പ്രതിഷേധത്തിലും ആദ്യാവസാനം വരെ പങ്കെടുത്തു. അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ആസ്ഥാനത്തു നിന്നുമാണ് റാലി ആരംഭിച്ചത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ തെളിഞ്ഞത് സംഘപരിവാർ അജണ്ടയാണെന്നും ബജരംഗദളുകാരുടെ കൂട്ടം നിർദ്ദേശിച്ചതെല്ലാം നടപ്പാക്കുന്ന നയമാണ് ഛത്തീസ്ഗഡിലെ സർക്കാർ സ്വീകരിച്ചതെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഹിന്ദുവിനെ ഉള്ളിൽ പേറുന്നവരാണ് നമ്മുടെ ഈ ആദരണീയരായ കന്യാസ്ത്രീകളെ വിശ്വഹിന്ദുവിന്റെയും ബജരംഗദളിന്റെയും പേര് പറഞ്ഞ് ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ തയ്യാറാവുന്നു. ഗോഡ്സെയുടെ ഹിന്ദുക്കൾക്കുള്ളതല്ല ഈ നാട് എന്ന് ഈ രാജ്യം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഹിന്ദു എന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് കള്ളക്കണക്കുകളും കള്ളക്കഥകളും പറഞ്ഞ് ഈ തരത്തിൽ പോകാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും നന്മ ലഭിക്കാത്ത നസ്രയത്താണ് ഈ BJPയും സംഘപരിവാറും എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ട്. അവരെല്ലാം വരുമ്പോൾ, സ്വർണ്ണക്കിരീടം കൊണ്ടുവരുമ്പോൾ, കേക്കുമായി വരുമ്പോഴൊക്കെ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം കുഴപ്പമില്ലാത്തവരായിരിക്കും എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ക്രിസ്തുവിനെ ക്രൂശിക്കാൻ തീരുമാനമെടുത്ത നസ്രത്തിൽ നിന്ന് ഒരിക്കലും നന്മ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ സംഘപരിവാറിൽ നിന്ന് ഒരിക്കലും ഇന്ത്യ, അത് ക്രിസ്ത്യാനി മാത്രമല്ല ഒരു ഹിന്ദു പോലും നന്മ പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടിന്റെ മണ്ണിൽ മത സൗഹാർദ്ദത്തിന്റെ പാരമ്പര്യവും പൈതൃകവും എല്ലാം. ആ പൈതൃകം ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ആ പൈതൃകത്തെ കുറിച്ചും സാക്ഷാൽ വിവേകാനന്ദൻ പറഞ്ഞു, ഈ ക്രൈസ്റ്റ് വെയർ ലിവ് ടുഡേ, ഇന്ന് ക്രിസ്തു ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ എന്താണെന്നറിയുമോ വിവേകാനന്ദൻ പറഞ്ഞത്? ഞാൻ ആ കാൽപാദങ്ങൾ കഴുകും എന്നാണ് പറഞ്ഞത്. നോട്ട് വിത്ത് മൈ ടിയേഴ്സ് ബട്ട് വിത്ത് മൈ ഹാർട്ട് ബ്ലഡ് ആണ് എന്നാണ് പറഞ്ഞത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AM ആരിഫ്, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S ശരത്, ഫാദർ പോൾ തുണ്ടുപറമ്പിൽ, സിസ്റ്റർ റോസ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മദർ ജനറൽ സിസ്റ്റർ ഇസബൽ ഫ്രാൻസിസും അസിസ്റ്റന്റ് മദർ ജനറൽ സിസ്റ്റർ രജിസ് മേരിയുമാണ് നേതൃത്വം നൽകിയത്. ഞാൻ പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ സമാനമായ രീതിയിലുള്ള വിവിധ സംഭവങ്ങൾ ഡൽഹിയിൽ അരങ്ങേറിയിട്ടുണ്ട്. ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങൾ ഓടിയെത്തിയിട്ടുണ്ട്. അവിടെ ഡൽഹിയിലെ ചാപ്പൽ ഒരു ദിവസം രാത്രി നോക്കുമ്പോൾ ഇടിച്ചു നിരത്തിയിട്ടിരിക്കുകയാണ്. നേരമെടുത്ത് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചാപ്പൽ കാണാനില്ല. അപ്പോഴാണ് പറയുന്നത് ഇവിടെ അനധികൃതമായി നിർമ്മിച്ചതാണ് എന്നൊരു കൂട്ടം തീരുമാനിക്കുകയാണ്. അങ്ങനെ അനധികൃതമായി നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായി കുരിശിൻ്റെ വഴി ഉള്ള പ്രദക്ഷിണം ഇന്നേ വരെ മുടങ്ങാത്ത ഡൽഹിയിൽ ഇത്തവണ മുടങ്ങി. ദുഃഖവെള്ളിയാഴ്ച അവധിയല്ലാതായി മാറി പല സംസ്ഥാനങ്ങളും. ഹൈന്ദവനും ക്രൈസ്തവനും ഇസ്ലാം മതവിശ്വാസിയും ബൗദ്ധനും ജൈനനും എല്ലാം ഈ രാജ്യത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഏകതാബോധം. ഈ രാജ്യത്തിൽ 100 ഭാഷയിലധികം സംസാരിക്കുന്നുണ്ട്, 100-ലധികം ഭക്ഷണ രീതികളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. പക്ഷേ ഭാരതീയൻ എന്നുള്ളൊരു വലിയ വിശ്വാസം നമുക്കുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ്. എന്ന് അതിന് കടക്കൽ കത്തിവെക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് വന്നപ്പോൾ ബജരംഗദളിനെ കുറിച്ച് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, രാജ്യത്തെ രാഷ്ട്രപിതാവിൻ്റെ ഫ്ലെക്സിന് നേരെ ഇപ്പോഴും വെടിയുതിർത്തിട്ട് അതിൽ ആത്മനിർവൃത്തി അടയുന്നവരുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ രാജ്യത്ത് മനസ്സാക്ഷിയുള്ളവർ, മതേതര ബോധമുള്ളവർ നമ്മളോടൊപ്പം. ഈ അമ്മമാരെ കുറിച്ച് മതിലകത്ത് നിന്ന് പഠിച്ച് ഇറങ്ങിയ ഒരാളും പെറ്റമ്മ കഴിഞ്ഞ് രണ്ടാമത്തെ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഈ കന്യാസ്ത്രീമാരുടെ പേരാണ്. സഭ മുറിവേറ്റതാണെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയും മുറിവേൽപ്പിക്കപ്പെട്ടവരാണ്. ആ മുറിവേൽപ്പിക്കപ്പെട്ടതിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും അവസാനത്തെ കണ്ണുകളായിട്ട് നമുക്ക് കാണാം ഈ ബഹുമാനപ്പെട്ട വന്ദനയെയും പ്രീതിയെയും. പ്രിയമുള്ളവരെ, ഈശോ മുറിവേൽപ്പിക്കപ്പെടുകയും മറ്റുള്ളവരുടെ ഭാഷയിൽ പരാജയപ്പെടുകയും അവസാനം മരിക്കുകയും ചെയ്തെങ്കിൽ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവാണ് ക്രിസ്ത്യാനികളെ ക്രിസ്തു എന്ന് പറയുന്നത്. അനുദിനം പീഡിപ്പിക്കപ്പെടുന്ന ഓരോ സമൂഹത്തിലേക്കും വീണ്ടും വീണ്ടും സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ക്രിസ്ത്യാനികളെ
അത് വലിയ ഉത്ഥാനത്തിന്റെ വലിയ നാന്ദിയാണ് കാണിക്കുന്നത്.